ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് തിയറങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് നിങ്ങൾ കുറച്ച് കൺസ്ട്രക്ഷൻസും കൂടി ഇതിനകത്തുണ്ട്. അത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് മാത്സ് പഠിക്കുന്നിടത്തെല്ലാം കൺസ്ട്രക്ഷനിൽ ആവശ്യം വരുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കണം. അപ്പോൾ ആദ്യം ബൈസെക്ടർ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ബൈസെക്ടർ ആ പേരിനകത്ത് തന്നെ ഉണ്ട്. ബൈ എന്ന് വെച്ചാൽ ടു, സെക്ടർ രണ്ട് ഈക്വൽ പാർട്ടാകും. എ ലൈൻ ഈസ് എ ബൈസെക്ടർ ഓഫ് അനദർ ലൈൻ ഇഫ് ദി ഫസ്റ്റ് ലൈൻ പാസസ് ത്രൂ ദി മിഡ് പോയിന്റ് ഓഫ് ദി സെക്കൻഡ് ലൈൻ. ഇപ്പോൾ ഒരു ലൈനിൻ്റെ ബൈസെക്ടറാണ് മറ്റൊരു ലൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിഡ് പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു. അപ്പം നമുക്ക് മിഡ് പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന നമുക്ക് നമ്പർ ഓഫ് ലൈൻസ് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ലൈനിന് നമുക്ക് ഇഷ്ടംപോലെ ബൈസെക്ടേഴ്സ് വരയ്ക്കാം. അതായത് മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യണം, ആ ലൈനിൻ്റെ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ വരയ്ക്കാം. മനസ്സിലായ ബൈസെക്ടർ എന്താണെന്ന്? അതായത് നമ്മൾ വരയ്ക്കുന്നത് ലൈൻ, നമ്മുടെ ഒരു ലൈനിന് ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ആ ബൈസെക്ടർ ആ ലൈനിനെ രണ്ട് ഈക്വൽ പാർട്ടാക്കുന്നു. അത്രയേ ഉള്ളൂ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ. ഇനി പെർപെൻഡിക്കുലർ ലൈൻ എന്ന് വെച്ചാൽ ഒരു ലൈനിന് മറ്റൊരു ലൈൻ പെർപെൻഡിക്കുലർ, അല്ലെങ്കിൽ രണ്ടും ഒരു ലൈനിന് മറ്റൊരു ലൈൻ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ആയിരിക്കും ഇത്. അല്ലാതെ ഇവിടെ അങ്ങനെയല്ല. ഈ ലൈന് ഇതിൻ്റെ ബൈസെക്ടർ ആണെന്ന് വെച്ചുകൊണ്ട് ഈ ലൈനിൻ്റെ ബൈസെക്ടർ ആകണമെന്നില്ല. ഇതിൻ്റെ ലെങ്ത് കൂടുതല. ഓക്കെ, മിഡ് പോയിന്റ് കൂടാതെ പാസ് ചെയ്യുന്നതല്ല. അപ്പോൾ ബൈസെക്ടറിൻ്റെ പ്രത്യേകത അതാണ്. പക്ഷേ ഇവിടെ എന്താണ്, ഒരു ലൈൻ മറ്റൊരെണ്ണത്തിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ തിരിച്ചും പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയ്ക്കിടയ്ക്കുണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. നോക്കിക്കേ, ഞാൻ കുറേ AB എന്ന നമ്മുടെ ലൈനിന് ഞാൻ കുറേ പെർപെൻഡിക്കുലേഴ്സ് വരച്ചേക്ക്. കണ്ടോ, ഇങ്ങനെ ഇഷ്ടംപോലെ എണ്ണം വരയ്ക്കാം. ഇവയ്ക്ക് വേറെ നമുക്ക് പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം. അപ്പോൾ പെർപെൻഡിക്കുലർ എന്താണെന്ന് മനസ്സിലായല്ലോ. രണ്ട് ലൈൻസ് തമ്മിൽ പെർപെൻഡിക്കുലർ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവയ്ക്കിടയ്ക്കുണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. ഇനി ഈ രണ്ട് കണ്ടീഷനൂടെ ശരിയാകുക, പെർപെൻഡിക്കുലർ ആകുകയും ബൈസെക്ടർ ആകുകയും ചെയ്യുന്ന ഒറ്റ ലൈനെ കാണത്തും. നോക്കിക്കേ, ഇവിടെ മിഡ് പോയിന്റ് AB എന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് C ആണ്. ഇതിൻ്റെ ഇഷ്ടംപോലെ എന്ത് വരയ്ക്കാം, പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം. പക്ഷേ അതിൽ ഒരെണ്ണമേ എന്താകത്തുള്ളൂ, ബൈസെക്ടറും കൂടെ ആകത്തുള്ളൂ. ആ ലൈനിന് പറയുന്ന പേരാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ ഒരു ലൈൻ AB എന്ന ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ABയെ മിഡ് പോയിന്റിൽ കൂടി പോകുന്ന പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാ ABയെ രണ്ട് ഈക്വൽ പാർട്ട് ആക്കുകയും ചെയ്യും. അതുകൂടാതെ അതിനിടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു ലൈന് നമുക്ക് ഇഷ്ടംപോലെ പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം, ഇഷ്ടംപോലെ ബൈസെക്ടേഴ്സും വരയ്ക്കാം. പക്ഷേ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതായത് ബൈസെക്ടർ ആകുകയും പെർപെൻഡിക്കുലർ ആകുകയും ചെയ്യുന്ന ഒറ്റ ലൈൻ മാത്രമേ നമുക്ക് വരയ്ക്കാൻ കഴിയത്തുള്ളൂ. നമുക്കൊരു ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമെന്നുള്ളത് നമുക്ക് നോക്കാം. കൺസ്ട്രക്ഷൻ നമുക്ക് അടുത്ത ദിവസമാകാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയാൻ, തിയറി പാർട്ട് എന്ത് ഐഡിയ വെച്ചിട്ട് നമ്മളത് ചെയ്യുന്നത്. ആംഗിളിൻ്റെ ബൈസെക്ടറും അതുപോലെ ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടറും വരയ്ക്കുന്നതെല്ലാം നമ്മൾ ഒരേ ആശയമാണ്. അതായത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും, അതായത് രണ്ട് ഈക്വൽ സൈഡ് ചേരുന്ന വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ സൈഡിനെ ബൈസെക്ട് ചെയ്യും. അതുകൂടാതെ ഈ ആംഗിളിനെയും ബൈസെക്ട് ചെയ്യും. അതായത് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു ഐസോസിലസ് ട്രയാങ്കിൾ ഉണ്ട്. ഇതാ നോക്കിക്കേ, AB എന്ന് പറയുന്ന ഒരു ലൈൻ. ആ ലൈൻ അതിന് പെർപെൻഡിക്കുലർ നമ്മൾ വരയ്ക്കുന്ന കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ARB എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. AB സൈഡായിട്ട് വരുന്ന, ബേസായിട്ട് വരുന്ന ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ് ARB. അതേപോലെ AB ബേസായിട്ട് വരുന്ന മറ്റൊരു ഐസോസിലസ് ട്രയാങ്കിളാണ് AQB. മറ്റൊരെണ്ണമാണ് APB. ഇതിലെ RQP ഇവയിലൂടെ എല്ലാം പാസ് ചെയ്യുന്ന ലൈൻ അത് മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യും. എന്നുള്ളത് മാത്രമല്ല, ഇവയ്ക്കിടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്.
അപ്പം നമുക്ക് എപ്പോഴും ഐസോസിലസ് ട്രയാങ്കിൾ വരച്ചിട്ട് നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ നമ്മൾ പ്രൂവ് ചെയ്ത ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ എപ്പോഴും കേസുകളിൽ നമുക്ക് എന്ത് പറ്റത്തില്ല, ഇതുപോലെ ഐസോസിലസ് ട്രയാങ്കിൾ വരച്ചിട്ട് വരയ്ക്കുക എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് ആണ്. നമുക്ക് ഈ ഐസോസിലസ് ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ ആവശ്യമാണ്. 2 ഈക്വൽ സൈഡ്സ് വേണം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ച് ട്രയാങ്കിൾ ഫുൾ കൺസ്ട്രക്ട് ചെയ്യാതാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഐസോസിലസ് ട്രയാങ്കിൾ ഫുള്ളായിട്ട് വേണ്ടതുണ്ട് ഈ RQP ഈ പോയിന്റ് കിട്ടിയാലും മതി അല്ലേ. ഇപ്പം ഞാൻ ഈ ആറിൽ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചു, അതിതിൻ്റെ ബൈസെക്ടറാണ്. ആ ബൈസെക്ടറിൽ വരുന്ന വേറെ 2 പോയിൻറ്റ്സുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതും ഐസോസിലസ് ട്രയാങ്കിൾസാണ്. അപ്പം നമുക്ക് ഈ ഐസോസിലസ് ട്രയാങ്കിൾസ് എല്ലാം ഇല്ലെങ്കിലും ഈ പോയിൻറ്റ്സ് RQP ഈ പോയിൻറ്റ്സ് മാത്രമേ കിട്ടിയുള്ളെങ്കിലും അവ ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചാലും ഇവിടെ കൂടെ പാസ് ചെയ്യും. ABയുടെ മിഡ് പോയിൻ്റായ സിയിലൂടെ പാസ് ചെയ്യുകയും ചെയ്യും. ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കുകയും ചെയ്യും. ഇനിയും ഇവിടെ ഇതിൻ്റെ മുകളിൽ മാത്രമേ പറ്റത്തുള്ളൂ, അതല്ല ഈ ലൈൻ നമുക്ക് താഴോട്ട് കിട്ടാമല്ലോ. ഇപ്പം താഴത്തെ ലൈൻ ഏതെങ്കിലും പോയിന്റ് കിട്ടിയാലും മതി. അപ്പം നമുക്ക് ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്താ ആവശ്യം, ആ ലൈനിലെ ഏതെങ്കിലും 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്കെയിൽ വെച്ച് നമുക്ക് നേരെ വരയ്ക്കാം. അപ്പം അതിനുള്ള മാർഗമാണ് നോക്കുന്നത്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആശയം എന്ന് പറയുന്നത് എന്താണ്, ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡ്സ് ചേരുന്ന വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ സൈഡിനെ ബൈസെക്ട് ചെയ്യും. ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒരു ലൈനുണ്ട് AB. നമുക്ക് ഇതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ നോക്കാം. എങ്ങനെയാണ് വരയ്ക്കുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ? നമുക്ക് ഇത് ബേസ് ആക്കിക്കൊണ്ട് ഒരു ഐസോസിലസ് ട്രയാങ്കിൾസ് 2 എണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ വെർട്ടെക്സുകൾ ജോയിൻ ചെയ്ത് നമുക്ക് താഴോട്ട് വരയ്ക്കാം. 2 ഐസോസിലസ് ട്രയാങ്കിൾസ് വരയ്ക്കാം. ഞാൻ പറഞ്ഞു ഇത് രണ്ടും മുകളിലേക്ക് തന്നെ 2 എണ്ണം വരയ്ക്കണമെന്നില്ല, താഴേക്ക് വരച്ചാലും മതി. അപ്പം ഞാൻ നോക്കിക്കേ, നമുക്ക് ഐസോസിലസ് ട്രയാങ്കിൾ ആകുമ്പോൾ ഈക്വൽ സൈഡ് വേണം അല്ലേ. അപ്പോൾ ഈ A എന്ന വെർട്ടെക്സിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം B എന്നുള്ള ഡിസ്റ്റൻസ്. നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്താണ്, ഒരു സർക്കിളിന് ഒരു റേഡിയസേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് കൂടെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എയിൽ നിന്നും ബിയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ AB എന്ന ലെങ്തിൻ്റെ പകുതിയിൽ കൂടുതൽ, നമ്മൾ ഏകദേശം ഒരു അളവ് വെച്ചിട്ട് പകുതി കൂടുതൽ എടുത്തിട്ട് ഞാൻ എന്താ നോക്കി A സെൻറ്റർ ആക്കിക്കൊണ്ട് ഇവിടെ 2 ഇടത്തും ആർക്ക് വരയ്ക്കും. ആ അളവ് മാറ്റുന്നില്ല, കാരണം ഇതേ ഡിസ്റ്റൻസ് ആണ് ബിയിൽ നിന്നും നമുക്ക് വേണ്ട പോയിന്റിലേക്ക് വരേണ്ട. അത് വെച്ചിട്ട് ഞാൻ അതേ പോയിന്റ് വെച്ച് B സെൻറ്റർ ആക്കിക്കൊണ്ട് ആർക്ക് വരയ്ക്കും. അപ്പം നോക്കിക്കേ, ഈ പോയിന്റുമായിട്ട് Aയും Bയും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഐസോസിലസ് ട്രയാങ്കിൾ. അതുപോലെ ഈ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുമ്പോഴും കിട്ടുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഈ ഡിസ്റ്റൻസ് എന്താണ്, ഈക്വലാണ്. അതുപോലെ ഈ ഡിസ്റ്റൻസും ഈക്വലാണ്. നമുക്ക് ഈ 2 പോയിന്റ്സ് തമ്മിൽ സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ലൈൻ എന്ന് പറയുന്നത് കണ്ടോ, ഈ ലൈൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അപ്പം എങ്ങനെയാണ് വരച്ചത്? അപ്പം നിങ്ങൾക്ക് സംശയം എന്താ പകുതി കൂടുതൽ എടുക്കുന്നത്? നമുക്ക് പകുതി കറക്റ്റ് എടുക്കാൻ പറ്റാത്ത 6.5, 7.25 ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ഹാഫ്, 7.5ൻ്റെ ഹാഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ എത്ര വരും? 3.75 നമുക്ക് സ്കെയിലിൽ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ സ്കെയിലിൽ എടുക്കാൻ പറ്റാത്ത അളവുകൾ വരുമ്പോഴാണ് നമ്മൾ മിഡ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും. അതേപോലെ പകുതി കുറവായ എന്ത് സംഭവിക്കും? ഇത് തമ്മിൽ കട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ പകുതി കൂടുതൽ എടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് കട്ട് ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് ഒരു ലൈനിന് ബൈസെക്ടർ. ഇങ്ങനെ ബൈസെക്ടർ വരയ്ക്കുന്നത് നമുക്ക് വേണ്ട അളവിൽ ലൈൻ വരയ്ക്കുന്നു.
ആ ലൈനിൻ്റെ പകുതി കൂടുതൽ, അളന്ന് പകുതി കൂടുതലല്ല, നമുക്ക് ഏകദേശം ഇങ്ങനെ കുത്തുമ്പോൾ നമുക്കറിയാമല്ലോ. ഇത് സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മളിങ്ങനെ നോക്കും, നമുക്കറിയാം പകുതി കൂടുതലൊക്കെ ഏകദേശം എത്രയെന്ന് അറിയാം. ആ അളവെടുത്തിട്ട് എന്ത് ചെയ്യുക, എ സെൻറ്റർ ആക്കിക്കൊണ്ട് ആർക്ക് വരയ്ക്കുക, ബി സെൻറ്റർ ആക്കിക്കൊണ്ട് അതേ അളവ് വെച്ച് ആർക്ക് വരച്ച് കട്ട് ചെയ്യുക. ആ 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ അത് ഫസ്റ്റ് ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് ആംഗിളിന് ബൈസെക്ടർ വരയ്ക്കാം. അതും ഇതേ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒരു ആംഗിളുണ്ട്, കണ്ട. ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ വരയ്ക്കണമെങ്കിൽ നമ്മൾ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ അതേ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എന്താ നോക്കിക്കേ, ഈ ആംഗിളിൻ്റെ വെർട്ടെക്സ് ഇതല്ലേ, അത് സെൻറ്റർ ആക്കിക്കൊണ്ട് ഞാൻ ഇതിൻ്റെ ആംസിൽ 2 ആർക്കെന്ന് വരയ്ക്കും. ഈ ആർക്കുകൾ തമ്മിൽ ജോയിൻ ചെയ്ത്, ഈ പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് നമുക്ക് എന്താ കിട്ടുന്നത്, ഒരു ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ കിട്ടുന്നത്. ഇനി ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ഐസോസെലസ് ട്രയാങ്കിൾ കിട്ടും. ഞാൻ ആ ഐസോസെലസ് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഈ സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ജോയിൻ ചെയ്ത് തന്നിരിക്കട്ടെ, നിങ്ങൾക്ക് സംശയം വേണ്ട. കണ്ടോ, ഇവിടെ എ എന്ന് പറയുന്ന ആംഗിള്, ആ ആംഗിള് എ ആംഗിൾ വരുന്ന ഞാൻ എന്ത് ചെയ്തു, ഒരു ഐസോസെലസ് ട്രയാങ്കിൾ അങ്ങ് വരച്ചു, ABC. ഇനി നമുക്ക് ബി സിക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ അത് എയുടെയും ബൈസെക്ടർ ആക്കും, എ 2 ഈക്വൽ പാർട്ടാക്കും അല്ലേ. അപ്പം നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റ് ഉള്ളതുകൊണ്ട് ഈ സൈഡിൽ മാത്രം നമുക്ക് എന്ത് മതി, ഒരു പോയിന്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവ തമ്മിൽ ജോയിൻ ചെയ്ത് നമുക്ക് ലൈൻ വരയ്ക്കാം. അതിന് ഈ 2 പോയിൻറ്റ്സ് സെൻറ്റർ ആക്കിക്കൊണ്ട് ഈ സൈഡിൻ്റെ പകുതി കൂടുതൽ അളവെടുത്ത് എന്ത് ചെയ്യുക, ബിയും സിയും സെൻറ്റർ ആക്കിക്കൊണ്ട് ആർക്ക് വരയ്ക്കുക. നോക്കിക്കേ, ഇതിങ്ങോട്ട് ജോയിൻ ചെയ്താലും മറ്റൊരു ഐസോസെലസ് ട്രയാങ്കിൾ കിട്ടും. എന്നിട്ട് അത് എയുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഈ 2 ആംഗിൾസും ആയിട്ട് എ ഡിവൈഡ് ചെയ്യും. അത് രണ്ടും ആംഗിൾ എ എന്ന് പറയുന്നത് 2x എന്ന അളവാണെങ്കിൽ നമുക്ക് ഈ വരുന്ന ഓരോ അളവും ഇത് ഡി എന്ന് കൊടുത്താൽ ആംഗിൾ CAD എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. ആംഗിൾ BAD എന്ന് പറയുന്നതും എക്സ് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഏത് ആംഗിളിനാണോ ബൈസെക്ടർ വരയ്ക്കേണ്ടത് അത് സെൻറ്റർ ആക്കിക്കൊണ്ട് ആ ആംഗിളിൻ്റെ 2 ആംസിലും ആർക്ക് വരച്ച് കട്ട് ചെയ്യുക. ആ കട്ട് ചെയ്ത 2 പോയിൻറ്റ്സ് സെൻറ്റർ ആക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, പുതിയ ആർക്ക് വരച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത പോയിൻറ്റും വെർട്ടെക്സൂടെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈൻ ഈ ആംഗിളിനെയും BC എന്ന ലൈനിനെയും ബൈസെക്ട് ചെയ്യും. നോക്കിക്കേ, നിങ്ങൾ 2 എണ്ണം വരച്ച് നോക്കണം. ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടറും ആംഗിളിൻ്റെ ബൈസെക്ടറും. ഇത് നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ആണത്തിൽ അടുത്ത വർഷങ്ങളിലും ആവശ്യമായിട്ട് വരുന്നതാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്ന വിധം ഒന്ന് വിശദീകരിച്ച് തരാം. സ്കെയിൽ എടുക്കുക, ഒരു കോമ്പസ് കൂടി എടുക്കുക. സ്കെയിൽ ഉപയോഗിച്ച് ആവശ്യമുള്ള ലെങ്തിൽ ലൈൻ വരയ്ക്കുക. ഇനി സ്കെയിൽ മാറ്റാം, കോമ്പസ് എടുക്കാം. ലൈനിൻ്റെ എൻഡിൽ കോമ്പസിൻ്റെ ടിപ്പ് ഉറപ്പിക്കുക. ഇനി കോമ്പസിൻ ലൈനിൻ്റെ ലെങ്തിൻ്റെ മോർ ദാൻ ഹാഫ് ലെങ്ത് എടുക്കുക. ഇനി നമുക്ക് ലൈനിൻ്റെ എൻഡിൽ കോമ്പസിൻ്റെ ടിപ്പ് ഉറപ്പിച്ച് ലൈനിന് മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുക. ഇത് ലൈനിൻ്റെ മറ്റേ എൻഡിലും ചെയ്യുക.
ഇപ്പോൾ കട്ട് ചെയ്യപ്പെട്ട 2 സെറ്റ് ആർക്ക് നമുക്ക് ലഭിച്ചു. ഇനി സ്കെയിൽ ഉപയോഗിച്ച് ഈ ആർക്കുകൾ യോജിപ്പിക്കുക. ഇനി സ്കെയിൽ മാറ്റാം. ഇപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി.